നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജനുവരി 11 ശനി 2025 വാർത്തകളിലേക്ക്. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ശക്തിപ്പെടുത്താനും ബൂത്ത് തലത്തിൽ കോൺഗ്രസിന്റെ സംഘടന അടിത്തറ വിപുലീകരിക്കാനും ജനപിന്തുണ വർദ്ധിപ്പിക്കുന്നതിനുമായി മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനമായ ജനുവരി 30 മുതൽ ഒരു മാസം കോൺഗ്രസ് വാർഡ് കമ്മിറ്റി നേതൃത്വത്തിൽ സംസ്ഥാനത്ത് മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കും. പ്രസിഡന്റ് കെ സുധാകരന്റെ അധ്യക്ഷതയിൽ ചേർന്ന കെപിസിസി ഭാരവാഹികളുടെയും ഡിസിസി പ്രസിഡന്റുമാരുടെയും യോഗത്തിലാണ് ഈ തീരുമാനം. അനശ്വര ഗായകൻ പി ജയചന്ദ്രന് സാംസ്കാരിക നഗരിയുടെ സ്നേഹപ്രണാമം. വ്യാഴാഴ്ച അന്തരിച്ച ഗായകനെ അവസാനമായി കാണാൻ ഒട്ടേറെ പേരാണ് ഇന്നലെ പൂങ്കുന്നത്തെ വസതിയിലും സംഗീത നാടക അക്കാദമിയിലും എത്തിയത്. ശ്രീകുമാരൻ തമ്പിയും ഗോപി ആശാനും മന്ത്രിമാർക്കൊപ്പം പ്രിയ സുഹൃത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. രഞ്ജി പണിക്കർ അടക്കം പ്രിയപ്പെട്ടവർ മൃതദേഹത്തെ അനുഗമിച്ചു. മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾ പൂങ്കുന്നത്തെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഇന്നലെ രാവിലെ 8:30 മൃതദേഹം അമല മെഡിക്കൽ കോളേജിൽ നിന്ന് പൂങ്കുന്നത്തെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 8 അദ്ദേഹം പഠിച്ച ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. തുടർന്ന് പറവൂർ ചേന്നമംഗലം പാലിയത്ത് എത്തിക്കും. 4 ഘട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 3:30 സമീപത്തെ പാലിയം ശ്മശാനത്തിൽ വെച്ച് സംസ്കാരം. നിലമ്പൂർ എംഎൽഎ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. തൃണമൂൽ നേതാവും എംപിയുമായ അഭിഷേക് ബാനർജിയാണ് അൻവറിന് അംഗത്വം നൽകി സ്വീകരിച്ചത്. തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേർന്ന പി വി അൻവർ എംഎൽഎ സംസ്ഥാനത്തിന്റെ ചുമതല കോർഡിനേറ്ററായി നിയമിച്ചു. തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ അധ്യക്ഷയുമായ മമതാ ബാനർജിയുടെ അനന്തരനുമായ അഭിഷേക് ബാനർജിയുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി. വയനാട് ഡിസിസി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് നിയമന വിവാദങ്ങൾക്കും ഇടയിൽ ഐ.സി. ബാലകൃഷ്ണൻ എംഎൽഎയുടെ പേരിൽ നിയമന ശുപാർശ കത്ത് പ്രചരിക്കുന്നു. ഈ സംബന്ധിച്ച് ഐ.സി. ബാലകൃഷ്ണൻ എംഎൽഎ പദവി ദുരുപയോഗം ചെയ്തെന്ന് ആരോപിച്ച് സിപിഎം പരാതി നൽകി. വയനാട് ഡിസിസി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ പ്രതിചേർക്കപ്പെട്ടതിന് പിന്നാലെ ഒളിവിലാണെന്ന വാർത്തകൾ നിഷേധിച്ച് ഐ.സി. ബാലകൃഷ്ണൻ എംഎൽഎ നിലവിൽ കർണാടകയിലാണ് ഉള്ളതെന്നും 2 ദിവസത്തിനുള്ളിൽ വയനാട്ടിൽ വരുമെന്നും ഐ.സി. ബാലകൃഷ്ണൻ പ്രതികരിച്ചു. സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയാണ് കർണാടകയിൽ വന്നതെന്നും ഒളിവിലാണ് എന്ന വാർത്തകൾ തെറ്റെന്നും നടക്കുന്നതെന്നും സിപിഎം വേട്ടയാണെന്നും ഐ.സി. ബാലകൃഷ്ണൻ പറഞ്ഞു. വയനാട് ഡിസിസി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം നടക്കട്ടെ എന്ന് കോൺഗ്രസ് നേതൃത്വം. ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടുവിന്റെ ഡ്രൈവർ രജിത്തിനെയും ഭാര്യയും കണ്ടെത്തി. ഏലത്തൂർ സ്വദേശിയായ രജിത് കുമാർ, ഭാര്യ തുഷാര എന്നിവരെ ഗുരുവായൂരിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇരുവരെയും ഉടൻ കോഴിക്കോട് എത്തിച്ച് കോടതിയിൽ ഹാജരാക്കും. അതേസമയം മാമി തീവ്ര കേസ് അന്വേഷണ സംഘം വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണെന്നുള്ള രഞ്ജിത് കുമാറിന്റെ വാട്സ്ആപ്പ് സന്ദേശം പ്രചരിക്കുന്നു. ഗുരുവായൂരിൽ നിന്ന് കണ്ടെത്തും മുമ്പ് മാമിയുടെ ഡ്രൈവർ രജിത് കുമാർ വാട്സാപ്പിൽ അയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തായത്. ആലപ്പുഴ ജില്ലയിലെ സിപിഎം പ്രവർത്തകർക്ക് മുന്നറിയിപ്പുമായി പിണറായി വിജയൻ. ആലപ്പുഴയിൽ വിഭാഗീയത അവസാനിച്ചില്ലെന്നും വോട്ട് ചോർച്ചയിൽ സംഘടനാപരമായ പരിശോധന നടന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള മരുന്നുകളുടെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും വിതരണം നിലച്ചു. 90 കോടി രൂപയോളം കുടിശ്ശിക വന്നാണ് കമ്പനികൾ വിതരണം നിർത്തിയത്. സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് രോഗികൾ പ്രതിസന്ധിയിലാകും. പുതുവത്സരത്തിൽ സംസ്ഥാനത്തിന് 3330 കോടി രൂപ അനുവദിച്ച നരേന്ദ്രമോദി സർക്കാരിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ആലപ്പുഴയിൽ മുസ്ലിം ലീഗ് സെമിനാറിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ കൂട്ടത്തിൽ സിപിഎമ്മിന്റെ മുതിർന്ന നേതാവ് ജി സുധാകരനും മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സെമിനാറിലാണ് ജി സുധാകരന്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസം 13-നാണ് സെമിനാർ നടക്കുന്നത്. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിന്റെ എമർജൻസി മെഡിസിൻ വിഭാഗത്തെ ട്രോമ കെയറിന്റെയും ബേൺ ചികിത്സയുടെയും സെന്റർ ഓഫ് എക്സലൻസ് ആയി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക അറിയിപ്പ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചു. പരുക്കുകളുടെയും പൊള്ളലുടെയും പ്രതിരോധത്തിനും മാനേജ്മെന്റിനുള്ള ദേശീയ പരിപാടിയുടെ ഭാഗമായാണ് രാജ്യത്ത് 8 പ്രമുഖ ആരോഗ്യ സ്ഥാപനങ്ങളെ സെന്റർ ഓഫ് എക്സലൻസ് ആയി തെരഞ്ഞെടുത്തത്. അൽ മുക്താദ് ജുവലറിയിലെ ആദായ നികുതി റെയ്ഡിൽ നികുതി വെട്ടിപ്പ് കണ്ടെത്തി. വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന് ഇൻകം ടാക്സ് കണ്ടെത്തൽ. കേരളത്തിൽ മാത്രം 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയത്. സംസ്ഥാനത്തെ 30 കടകളിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. കണ്ണൂരിൽ തമിഴ്നാട് സ്വദേശിയെ കബളിപ്പിച്ച് എടിഎം കാർഡ് കൈക്കലാക്കി പണം തട്ടിയ മധ്യവയസ്കൻ പിടിയിൽ. കണ്ണൂർ മയ്യിൽ സ്വദേശി കൃഷ്ണനെയാണ് ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. സേലം സ്വദേശിയുടെ 60,000 രൂപയാണ് പ്രതി തട്ടിയെടുത്തത്. തിരുവനന്തപുരം മടവൂരിൽ 2ാം ക്ലാസ്സുകാരി സ്കൂൾ ബസിൽപ്പെട്ട് മരിച്ചു. മടവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണേന്ദുവാണ് മരിച്ചത്. സ്കൂൾ ബസിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ കേബിളിൽ കാൽ കുരുങ്ങി അതേ ബസിനടിയിലേക്ക് വീഴുകയായിരുന്നു. ആശുപത്രിയിലെത്തിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു. വീട് ജപ്തി ചെയ്യാൻ ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തിയതിന് പിന്നാലെ ആത്മഹത്യ ശ്രമിച്ച വീട്ടമ്മ മരിച്ചു. പട്ടാമ്പി കീഴായൂരിലാണ് സംഭവം. ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപം താമസിക്കുന്ന കിഴക്കേ പുരക്കൽ വീട്ടിൽ ജയയാണ് മണ്ണെണ്ണൊഴിച്ച് തീ
എത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജ് ചികിത്സയിൽ കഴിയുകയാണ് മരണം. അതേസമയം ഷൊർണൂർ സഹകരണ അർബൻ ബാങ്ക് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. ഇന്നലെ വൈകിട്ട് ബാങ്കിന്റെ പട്ടാമ്പി ശാഖയിലേക്ക് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. തിരുവനന്തപുരം കരകുളം പി അസീസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജിലെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് കത്തിക്കരി നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ DNA പരിശോധന ഫലം പുറത്ത്. മരിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം കോളേജ് ഉടമയായ EM താഹയുടെ തന്നെയാണെന്ന് DNA പരിശോധന ഫലം. പാലക്കാട് തിരുവാഴിയോട്ട് ടൂറിസ്റ്റ് ബസിന് തീപിടിച്ചു. ആർക്കും പരിക്കില്ല. ബസ് ഏതാണ്ട് പൂർണ്ണമായും കത്തിനശിക്കുകയും ചെയ്തു. കോഴിക്കോട്ട് നിന്ന് ചെന്നൈയിലേക്ക് പോയിരുന്ന A1 ബസിനാണ് തീപിടിച്ചത്. നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കുമെതിരെ കേസ്. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ അമ്മുവിന് കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബം പരാതി നൽകിയിരുന്നു. ഇതിൽ അന്വേഷണം നടത്തിയാണ് പോലീസ് പുതിയ കേസെടുത്തത്. 13 വയസ്സ് മുതൽ ലൈംഗിക പീഡനത്തിനിരയായെന്ന് വെളിപ്പെടുത്തലുമായി 18കാരി. കഴിഞ്ഞ 5 വർഷത്തിനിടെ 60 പേർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന വിദ്യാർത്ഥിന്റെ പരാതിയിൽ പത്തനംതിട്ട ഇലവുംതിട്ട പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ശിശുക്ഷേമ സമിതിക്ക് മുൻപാകെ പെൺകുട്ടി നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ 40 പേർക്കെതിരെയാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 10 ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത. കന്യാകുമാരിയിലെ പനച്ചിമൂഴിൽ തമിഴ്നാട് പോലീസ് പിടികൂടിയ ലോറികൾ ഉണ്ടായിരുന്ന തിരുവനന്തപുരത്തെ വൻകിട ഹോട്ടലിലെ ഭക്ഷ്യമാലിന്യങ്ങൾ ലോറികൾ ഉണ്ടായിരുന്ന മലയാളികൾ അടക്കമുള്ള 9 തൊഴിലാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. തമിഴ്നാട്ടിലെ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ ശിക്ഷ കടുപ്പിക്കുന്നു. സോഷ്യൽ മീഡിയ വഴിയോ നേരിട്ടോ സ്ത്രീകളെ ശല്യപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ 5 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയുമാകും ഇനി ശിക്ഷ. 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുന്ന ISROയുടെ സ്പൈഡെക്സ് ദൌത്യം വൈകും. ഉപഗ്രഹങ്ങളെ ഇന്നലെ ഉച്ചയോടെ 1.5 കിലോമീറ്റർ പരസ്പര അകലത്തിൽ എത്തിച്ചു. ഇന്ന് രാവിലെ വരെ ഉപഗ്രഹങ്ങൾ ഈ അവസ്ഥയിൽ തുടരുമെന്നും പിന്നീട് അകലം 500 മീറ്ററിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും ഇസ്രോ അറിയിച്ചു. VD സവർക്കർക്കെതിരെ പരാമർശം എടുത്ത കേസിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം. ജമ്മുകാശ്മീരിലെ നിയമസഭാ സാമാജികരുടെ അധ്യാപകനായ NK പ്രേമചന്ദ്രൻ MP ലോക്സഭാ സെക്രട്ടറിയിൽ പ്രവർത്തിക്കുന്ന പാർലമെന്റ് റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജികർക്ക് പരിശീലനം നൽകുവാൻ NK പ്രേമചന്ദ്രൻ MP നിയോഗിച്ചത്. സംഘർഷമുണ്ടായ ഉത്തർപ്രദേശ് സമ്പൽ ഐക്യവും സമാധാനം നടത്തുമെന്ന് സുപ്രീംകോടതി. ഇക്കാര്യം സുപ്രീംകോടതി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞു. ഷാഹി ജമാ മസ്ജിദ് പരിസരത്തെ കിണറിന്റെ കാര്യത്തിൽ തൽസ്ഥിതി തുടരുമെന്നും കോടതി നിർദ്ദേശിച്ചു. വിവാഹേതര ബന്ധം മറച്ചുവെക്കാൻ പോൺ താരം സ്റ്റോമി ഡാനിയൽസിന് പണം നൽകിയെന്ന് ഹഷ് മണി കേസിൽ ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരെന്ന് ന്യൂയോർക്ക് ജൂറിയുടെ വിധി ശരിവെച്ച് ന്യൂയോർക്ക് കോടതി. അതേസമയം ട്രംപിനെതിരെയുള്ള ശിക്ഷ വിധിക്കുന്നത് ജഡ്ജി ഒഴിവാക്കി. പ്രതിവർഷ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം. 2024 ജനുവരി മുതൽ ഡിസംബർ വരെ 49.17 ലക്ഷം പേരാണ് തിരുവനന്തപുരം എയർപോർട്ട് വഴി യാത്ര ചെയ്തത്. മുൻ വർഷം 41.48 ലക്ഷമായിരുന്നു യാത്രക്കാരുടെ എണ്ണം. ഇടവേളയ്ക്ക് ശേഷം അംബ മൂവീസിന്റെ ബാനറിൽ ഷീലു എബ്രഹാം അവതരിപ്പിച്ച് എബ്രഹാം മാത്യു നിർമ്മിക്കുന്ന പുതിയ ചിത്രം മച്ചാന്റെ മാലാഖ ഫെബ്രുവരി 27 റിലീസിന് എത്തുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.